പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഒരൊറ്റ പ്രഭാതത്തിലും ഇത് പറയാത്തൊരു പ്രഭാതം കഴിഞ്ഞു പോയിട്ടില്ല എന്ന ആമുഖത്തോടുകൂടെയാണ് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി അല്ലാഹുമ്മ احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. മുത്ത് മുസ്തഫ ഇത് പറയാത്തൊരു പ്രഭാതം കഴിഞ്ഞു പോയിട്ടില്ല. ചിന്തിക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞ എത്ര പ്രഭാതമുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ പൈല് ചോദിച്ച് ആദ്യം തന്നെ ചോദിക്കുന്ന ആഫിയത്ത് തരണമെന്നാണ്. ആർക്കും ആഫിയത്ത് വേണ്ടാത്ത? എന്തൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നല്ല ജിം ബോഡിയുള്ളവനാണെങ്കിലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് റിസൾട്ട് വരുവോളം നെഞ്ചു പടക്കും. കാരണം നല്ല നല്ല ചെറുപ്പക്കാരെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആഫിയത്ത് ഒരു വലിയ പ്രധാനമാണ്. ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും കിട്ടേണ്ട സംഗതി ആഫിയത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടാൻ വേണ്ടിയുള്ള തേട്ടാണ്. പിന്നെ റബ്ബേ പാപിയാണ്, അഫ്വ് തരണം, വിട്ടുവീഴ്ച തരണം, ആഫിയത്ത് തരണം, ദുന്യാവിൽ തരണം, ആഖിറത്തിൽ തരണം. ഒരുപാട് പോരായ്മയുള്ള മനുഷ്യനാണല്ല, മൂടിവെക്കണം. പോരായ്മകൾ മാലോകരറിയാതെ മൂടിവെക്കണം. ദുന്യാവിൽ മൂടിവെക്കണം, ആഖിറത്തിൽ മൂടിവെക്കണം. ഒരുപാട് കാര്യങ്ങൾ പേടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ പേടിയിൽ നിന്നൊക്കെ എനിക്ക് നിർഭയത്വം തരണം. ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയോ? മുന്നിലൂടെ വരുന്ന ഒരുപാട് അറ്റാക്കുകളുണ്ട് എനിക്ക്. പല വിധത്തിലാവാം, ആക്സിഡന്റിന്റെ രൂപത്തിലാവാം, പല വിധത്തിൽ മുന്നിൽ നിന്ന്, പിന്നിൽ നിന്ന്, വലതുവശത്തിലൂടെ, ഇടതുവശത്തിലൂടെ, മുകളിൽ നിന്ന്, ഭൂമിക്കടിയിൽ നിന്ന്, എവിടുന്നൊക്കെ ആറാലൊരു മാർഗത്തിൽ വരുന്ന അറ്റാക്കുകളിൽ നിന്നും നീ എന്നെ കാത്തുകൊള്ളണേ. ഇത് പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പറഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതം അങ്ങനെ ക്രമീകരിക്കുന്ന ഏതൊരു പുരുഷനാണ്, ഏതൊരു സ്ത്രീക്കാണ് നല്ല തൻ്റെയിടവും നല്ല ഈമാനികമായ തവക്കുലും നല്ല ദൃഢതയും ഇല്ലാതിരിക്കുക? ആർക്കാ സഹോദരങ്ങളെ? കാരണം നമ്മൾ ഏൽപ്പിക്കേണ്ട ഉന്നത കേന്ദ്രത്തിൽ നമ്മുടെ എല്ലാം അവിടെ ഏൽപ്പിച്ചില്ലേ? എന്താ പിന്നെ പേടിക്കാനുള്ളത്? അതാ നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്ത്. പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഒരൊറ്റ പ്രഭാതത്തിലും ഇത് പറയാത്തൊരു പ്രഭാതം കഴിഞ്ഞു പോയിട്ടില്ല എന്ന ആമുഖത്തോടുകൂടെയാണ് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി അല്ലാഹുമ്മ احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. മുത്ത് മുസ്തഫ ഇത് പറയാത്തൊരു പ്രഭാതം കഴിഞ്ഞു പോയിട്ടില്ല. ചിന്തിക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞ എത്ര പ്രഭാതമുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ പൈല് ചോദിച്ച് ആദ്യം തന്നെ ചോദിക്കുന്ന ആഫിയത്ത് തരണമെന്നാണ്.